മർക്കോസിൻ്റെ സുവിശേഷം. സമയം ഒത്തിരി പോയി, 12 മണി ഇപ്പോൾ തന്നെ ആകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ മാർക്ക് ചാപ്റ്റർ 15 വേഴ്സ് 21, 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചാൽ നിർബന്ധിച്ചു. സ്തോത്രം. അവർ നിർബന്ധിച്ചു. അലക്സാണ്ടറിൻ്റെയും രൂപസിൻ്റെയും അപ്പനായി, സ്തോത്രം, വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ കർത്താവിൻ്റെ ക്രൂശ് ചുമപ്പാൻ പടയാളികൾ ഈ ശീമോനെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ശീമോൻ്റെ മക്കളുടെ പേരെന്തോ? അലക്സാണ്ടറും രൂപസും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇനിയും സ്തോത്ര ഒരു വാക്യം കൂടെ ഇടയ്ക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടോട് വായിച്ചിട്ട് ഇതിലേക്ക് വരാം. റോമർക്കെതിരെ ലേഖനം 16-ന്റെ 13-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ, റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 13 വായിച്ചു. കണ്ടോ, ഇപ്പോൾ ഈ രൂപസ് ആരായി മാറി? കർത്താവിൽ പ്രസിദ്ധനായ രൂപസും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ രൂപസിന്റെ അമ്മ എനിക്കും പൗലോസിനും അമ്മയാണെന്ന് പറയുക, ലജ്ജിക്കാതെ. എനിക്കും അമ്മയായ കണ്ടോ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നോക്കണം, നാം ക്രൂശ് ചുമന്നാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന വിഷയമാണ്. ഈ ക്രൂശ് ചുമന്നത് എങ്ങനെയാണ്? നിർബന്ധിച്ചാണ്. സ്തോത്രം. അന്നത്തെ കാലത്ത് പ്രത്യേകമായി ശാപത്തിന്റെ ചിഹ്നമാണ് ക്രൂശ്. ശപിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്നതാ ക്രൂശ്. മരത്തിൽ തൂങ്ങുന്നവരൊക്കെയും ശപിക്കപ്പെട്ടവൻ. നമ്മളെല്ലാവരും ശപിക്കപ്പെട്ടവരായിരുന്നു. ആരാ നമ്മെ ശപിച്ചേ? എല്ലാവരും മൗനമായല്ലോ. ആരാ ശപിച്ചേ? ഇതൊന്നും അറിയത്തില്ല, വിവരങ്ങളൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചു. അടുത്ത വാക്യം ഭരിക്കും. മനുഷ്യനോട്, ആദാമിനോട് കൽപ്പിച്ചത് നീ നിന്റെ ഭാര്യയുടെ വാക്ക്. അപ്പം നമ്മൾ സ്തോത്രം, ഭാര്യ പറയുന്നതൊക്കെ കേൾക്കണം, ഭർത്താവ് പറയുന്നത് കേൾക്കണം. സ്തോത്രം. എന്നാൽ ദൈവവചനം വിട്ടുള്ള ഒരു ആലോചനയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത്. നിന്ന് കൊടുത്ത വിഷയമാണ്. നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേൾക്ക്. ഞാൻ പറഞ്ഞ വാക്കനുസരിക്കാതെ ആരുടെ വാക്കനുസരിച്ചു? ഭാര്യയുടെ. അപ്പൊ ദൈവം പറഞ്ഞ വാക്കാണ് നമുക്കൊന്നും അനുസരിക്കണ്ടേ. നീ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ഭൂമിയിൽ ശാപം ആരിൽ നിന്നാ വന്നേ? ആരാ ശപിച്ചത്? അതുകൊണ്ടാണ് ആ ശാപം അരിക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഈ ശപിച്ച ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ ശാപത്തെ നീക്കി. അവൻ നമുക്ക് വേണ്ടി ശാപമേറ്റു. അതിനാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ശാപമേറ്റു. അപ്പം നോക്കണം, സർവരും ഈ ക്രൂശ്, സ്തോത്രം, ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. സ്തോത്രം. ആ ശാപത്തിന്റെ ചിഹ്നമാകുന്ന ആ ക്രൂശിൽ, സ്തോത്രം, ചുമന്നുകൊണ്ട് പോവുക. യേശു കർത്താവ് ചുമന്നുകൊണ്ട് പോവുക. തലേദോസി കർത്താവിനെ പിടിച്ചു. അവനെ, സ്തോത്രം, ഞങ്ങളത് പോയി കാണുവാനൊക്കെ ഇടയായി. വലിയ ഒരു സ്തോത്രം, ആഴമേറിയ ഒരു കുഴിയിൽ ഇറക്കി. സ്തോത്രം. കുഴിയിലിറക്കിയെന്ന് പറഞ്ഞാൽ കുഴിക്കകത്ത് മൊത്തം ചേറാണ്, കയറിങ്ങനെ കെട്ടിയാണ് ഇറക്കുന്നത്. അല്ലാതെ വേറെ ആർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ആഴമേറിയ കുഴിയിൽ അവനെ ഇട്ട്, അത് കഴിഞ്ഞിട്ട് അവനെ അവിടുന്ന് വലിച്ചു കയറ്റി ന്യായാധിപന്മാരുടെ മുമ്പിൽ നിർത്തി. അവനെ ഉരുവിച്ചാല് പോയി ഉതിറക്കി. അവൻ്റെ കന്നത്തടിച്ചു. സ്തോത്രം. അവനെ തുപ്പി. ഇങ്ങനെ തലേ രാത്രി മുഴുവനും അവനെ, സ്തോത്രം, ഇതുപോലെ ഉപദ്രവിച്ചതിന് ശേഷം അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ്. ക്രൂശിക്കുമ്പോൾ അവൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്രൂശി ചുമക്കുന്നത്.
ഈ ക്രൂശ് ചുമക്കുമ്പോൾ വീണ്ടും എഴുന്നേറ്റും കർത്താവിന് ഇത് ചുമ്മാൻ എന്ത് ചെയ്യുന്നില്ല, കരിയുന്നില്ല. പക്ഷെങ്കിൽ സ്തോത്രം, ഗവൺമെന്റിന്റെ സ്തോത്രം, പീലാത്തോസിന്റെ ഓർഡർ ഇവനെ എന്ത് ചെയ്യണമെന്ന്, ക്രൂശിച്ച് കൊല്ലണമെന്ന്. ഇടയ്ക്ക് അതിനു മുൻപ് കൊന്നാൽ, അതിനു മുമ്പ് മരിച്ചാൽ, സ്തോത്രം, നമ്മുടെ നാട്ടിലും അങ്ങനെയില്ലേ, അതിനു മുമ്പ് മരിച്ചാൽ ഉത്തരവാദികൾ ആരാണ്? പടയാളികളാണ്. അപ്പൊ പടയാളികൾക്ക് കുറ്റം വരാതിരിക്കാൻ പടയാളികൾ ഈ ക്രൂശിൻ ചുമന്നുകൊണ്ട് യേശു അവിടം വരെ ചെല്ലത്തില്ലെന്ന് പടയാളികൾക്ക് മനസ്സിലായി. അതിനു മുൻപ് ഇവൻ താഴെ വീണ് മരിക്കുമെന്ന് മനസ്സിലായി. സ്തോത്രം. അതുകൊണ്ട് ഈ ക്രൂശ് ഒന്ന് താങ്ങാൻ, സ്തോത്രം, വേറെ ആരും, ഈ പടയാളികളോ യഹൂദന്മാരോ ആരും തൊടത്തില്ല. ആരെ നിർബന്ധിച്ചാലും തൊടത്തില്ല. അപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്യുന്നു? വയലിൽ നിന്ന് വരുന്നു, ഒരു ആഫ്രിക്കക്കാരൻ. അവൻ വയലിൽ നിന്ന്, അവൻ്റെ ചിലപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ മമ്മട്ടിയോ കൂന്താലിയോ എന്തെങ്കിലും കാണുമായിരിക്കും. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ കളർ നമുക്കറിയാം, അവൻ്റെ രൂപം അറിയാം. സ്വാഭാവികം. അവനെ ഈ പടയാളി എന്ത് ചെയ്തു? നിർബന്ധിച്ചു. പിടിക്കണം, അതിൻ്റെ ടർന്ന് നോക്കുന്നു. അവൻ മനസ്സോടല്ല പിടിക്കുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇവൻ്റെ പുറകിലായിരിക്കും പിടിച്ചപ്പോൾ ഈ കർത്താവിനൊരു ആശ്വാസം വന്നു. ചിലപ്പോൾ തിരിഞ്ഞിവനെ ഒന്ന് നോക്കിക്കാണും, ആരാണ് പിടിച്ചതെന്നേ. സ്തോത്രം. അവൻ ചുമന്നു. ഹല്ലേലൂയ. ആ ഗോഗുൽത്താവിലെയും ക്രൂശിച്ചു വന്നു. മനസ്സോടെയല്ല. ഈ വിശ്വാസത്തിൽ വരുന്നവർ മനസ്സോടെയല്ല. ഇത് ചില ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്, ഇത് പഥ്യമുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. ഇവിടെ വന്നിട്ട് വീണ്ടും മദ്യശാലയിൽ പോകാൻ കഴിയത്തില്ല. ഇവിടെ വന്നിട്ട് ആഡംബരത്തോടുകൂടെ ദൈവം അനുവദിക്കാത്ത ഒരു രീതി ജീവിക്കാൻ കഴിയത്തില്ല. ഇതൊരു പഥ്യമുള്ള, അതുകൊണ്ടാണ് എല്ലാവരും വരാത്തത്. ദൈവം കണ്ടവർ മാത്രമേ ഇവിടെ വരികയുള്ളൂ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നെഞ്ചത്ത് കരം വെച്ചിട്ട് പറ, എന്നെ എൻ്റെ കർത്താവ് കണ്ടല്ലോ, ഈ സത്യമാർഗത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് ഈ വിശുദ്ധ ആരാധനയ്ക്കായി എന്നെ വേർതിരിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്രൂശി ചുമന്നുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഈ കൊർന്നേലിയ, ഈ ശീമോൻ പോകുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ആശ്വാസമായി ഇന്നും നമുക്കും കർത്താവിൻ്റെ ആശ്വാസമായി തീരാം. ഈ ലോകത്തിൽ മ്ലേച്ഛതയിൽ കിടക്കുന്ന ഓരോ വ്യക്തിയെയും കണ്ടുകൊണ്ട് കർത്താവ് ദുഃഖിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു വ്യക്തിയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, ഈ മ്ലേച്ഛതയിൽ നിന്ന് വലിച്ചെടുക്കാൻ നീ ശ്രമിച്ചാൽ അത് കർത്താവിൻ്റെ ക്രൂശിനെ ഒന്ന് താങ്ങി നീ ഒരു ആശ്വാസം കൊടുക്കാനാണ്. ദൈവം അതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. സ്തോത്രം. നോക്കണം, ഈ ക്രൂശി ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകുകയാണ്. സ്തോത്രം. ഈ അന്ന് ഈ ക്രൂശി ചുമന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്, സ്തോത്രം, തിരിച്ച് ഈ കൊർന്നേലിയ, ഈ ശീമോൻ വീട്ടിൽ ചെന്നപ്പം ഭാര്യയും കുഞ്ഞുങ്ങളും ചോദിച്ചു കാണും, ഇന്നെന്താ ഇത്രയും വലിയ താമസിച്ചെന്നൊക്കെ ചോദിച്ചു കാണും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ചെന്നപ്പം പറഞ്ഞു കാണും, ഇതുപോലെ ഒരു, സ്തോത്രം, യഹൂദനെന്നൊക്കെ അറിയത്തുള്ളല്ലോ. സ്തോത്രം. ഒരുവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി, അവൻ മരിക്കാൻ തക്കവണ്ണമായതായിരുന്നു. അവൻ്റെ ക്രൂശിനൊന്ന് ഞാൻ താങ്ങാനായിട്ട് എന്നെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞു കാണും. അവരെന്താണ് പറഞ്ഞെന്നറിയത്തില്ല. പക്ഷേ പിന്നത്തേതിൽ അവൻ്റെ സ്വഭാര്യ, അല്ലെങ്കിൽ രൂപസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും അമ്മ, അവരുടെ പേര് ദൈവവചനത്തിൽ വന്നു. സ്തോത്രം. ഈ സ്തോത്രം, അലക്സാണ്ടറിൻ്റെ രൂപേസും ഒരാൾ, സ്തോത്രം, ഈ സഭയുടെ വലിയൊരു ബിഷപ്പായി മാറി, മറ്റൊരാൾ ഗവർണറായി മാറി. ഞാൻ ആ ഭാഗം അവിടെ പറഞ്ഞു നിർത്തുകയാണ്. നിന്നെ നിർബന്ധത്താലാണെങ്കിലും ഈ ക്രൂശ് ചുമക്കുവാൻ നീ ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ സത്യ ആരാധനയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ നീ ഏൽപ്പിച്ചു കൊടുത്താൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ മറക്കത്തില്ല. നിന്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നിർബന്ധത്താലായിരിക്കും നീ ഇതിലേക്ക് വരുന്നത്. പക്ഷേ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. ഒരിക്കലെങ്കിലും ഈ സത്യം കേട്ടിട്ടുണ്ടെങ്കിൽ നീ മാറിപ്പോകരുത്. നീ പറയണം, എനിക്ക് വേണം ഈ നന്മ. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. സ്വന്തം ഹൃദയത്തിൽ കുറിക്കണം. സ്തോത്രം. ഇതെല്ലാം പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ, സ്തോത്രം, ആദ്യം നമ്മൾ ഈ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ചിലൊരു കാര്യം ചെയ്യുന്ന ആദ്യം നമ്മുടെ ഒരു ഉത്സാഹത്തിൽ അങ്ങ് ചെയ്യും. നമ്മളൊരു അഭിപ്രായം പറയും, നമ്മൾ അതിനായി എടുത്തു ചാടി നമ്മളൊരു പ്രതികൂലത്തിലായി തീരുമ്പോൾ, സ്തോത്രം, അതോടുകൂടി നമ്മളെന്ത് ചെയ്യും? മനസ്സ് മടുക്കും.
പിന്നെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി. ഇതാരുടെ പദ്ധതി? അപ്പം പിശാചിൻ്റെ. അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം. സ്തോത്രം. ഇതിലേക്ക് പിന്നീട് വരാം, വായിച്ച വാക്യത്തിലേക്ക്. ഇപ്പോൾ പുറപ്പാട് പുസ്തകം, ഹല്ലേലൂയ, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. ഒരാളുടെ ആഗ്രഹം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ആ ആ മതി. അപ്പം ആ കാലത്ത് മോശ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് മോശ എന്ന് പേരിട്ടു. ഫറവോന്റെ പുത്രി. അങ്ങനെ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ടാണ് അവനിപ്പം ജീവിക്കുന്നത്. അവൻ്റെ സ്വന്തം അമ്മയാണ് അവനെ കൊണ്ടുപോയി വളർത്തുന്നത്. ഫറവോന്റെ പുത്രിക്കോ മിസ്രൈമ്യർക്കോ അറിയത്തില്ല ഇത് മോശയുടെ അമ്മയാണ് വളർത്തുന്നതെന്ന്. അപ്പോൾ സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടിയ ഒരേ ഒരമ്മ മോശയുടെ അമ്മയാണ്. സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടും. അത് എവിടുന്ന് കിട്ടി? രാജകൊട്ടാരത്തിൽ നിന്ന് ശമ്പളം കിട്ടി. അങ്ങനെ വളരുമ്പോൾ സ്വന്തം കുഞ്ഞിപ്പോൾ സ്വന്തം ഒരു ഗതിയുമില്ലാതെ ഈ വളരേണ്ട കുഞ്ഞിപ്പോൾ രാജകുമാരനായിട്ടാണ് വളരുന്നത്. നിന്റെ ജനനത്തിൽ തന്നെ ദൈവം നിന്റെ ഉള്ളു കണ്ടിട്ടുണ്ട്. നീ ഏത് ചെളിയിൽ കിടന്നാലും ഒരു സ്വർണം ഏത് ചെളിയിൽ കിടന്നാലും അതെടുത്ത് കരുകി എടുത്തു വരുമ്പോൾ അതിന്റെ ശോഭ പുറത്തു വരുന്നത് പോലെ നീ എത്ര മാത്രം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിന്റെ തേജസ് പുറത്തു വരും, നിന്റെ തിളക്കം പുറത്തു വരും. നിന്നെ നശിപ്പിച്ചു കളയുമ്പോൾ, മുടിച്ചു കളയുമ്പോൾ ഒരു ദുഷ്ടന് കഴിയത്തില്ല. ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ദൈവത്തിന്റെ വകയാ. ഈ മോശ സ്തോത്രം തൻ്റെ ഉത്സാഹത്തിന് ഇറങ്ങിത്തിരിച്ചു. കൊട്ടാരത്തിൽ സുഖത്തോട് വളർന്നു വന്നവൻ, അല്ലല്ലാതെ അലച്ചിലില്ലാതെ കൊട്ടാരത്തിൽ വളർന്നു വന്നവന് മനസ്സിലായി ആ കൊട്ടാരത്തിലെ വേലയാകട്ടെ, അവിടുത്തെ ആ മിസ്രൈമിലെ സർവദാസ്യ വേല ചെയ്യുന്ന ആരാ? ഈ എബ്രായ മക്കൾ, അല്ലെങ്കിൽ യാക്കോബിൻ്റെ മക്കൾ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ. അവർ ഈ മിസ്രൈമർക്ക് അവരാരാണ്? അടിമയാണ്. അവർ ഊരിയാ വേല ചെയ്യുകയാണ്. ഇഷ്ടിക ചൂളയിൽ പശ കൊണ്ട് മണ്ണ് കുരച്ച് ഇഷ്ടിക ചൂടുന്ന ജോലി. സ്തോത്രം. അങ്ങനെയുള്ള തീച്ചൂളയിൽ സ്തോത്രം അവരുടെ കഷ്ടത ഈ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നതിന് ശേഷം അവരെ പഠിപ്പിക്കാനിരിക്കരുത്. അവർക്ക് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മാതാവ് പ്രത്യേകിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണോ, നീ ഒരു ദൈവവേദലാണ്, നീ ഒരു ദൈവവേദലാണ്, നീ ഒരു അഭിഷക്തനാണ്, നീ ഒരു അഭിഷക്തയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് തോന്നും അവർക്ക് മനസ്സിലാകത്തില്ലെന്ന്. ഉണങ്ങിയ അസ്ഥിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ശക്തിയുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് നിന്റെ ശബ്ദം കേൾക്കാൻ അറിയത്തില്ലേ? ഈ കണ്ണുനീരോട് ഈ അമ്മ പാല് കൊടുക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, കണ്ണുനീരെ കുഞ്ഞിന്റെ മേൽ വീഴുന്നുണ്ടായിരിക്കാം. സ്വത്രം അല്പം പ്രായമായി മുലകുടിയൊക്കെ മാറിയപ്പോൾ അന്നു തൊട്ടവിടാം രാജകൊട്ടാരത്തില്ല, പിന്നെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പക്ഷെങ്കിൽ ഈ മുലകുടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കണ്ണുനീരും പറച്ചിലും അവന്റെ ഹൃദയത്തിൽ കയറി. അവൻ മുതിർന്നപ്പോൾ അവന്റെ സഹോദരന്മാരെ കാണാൻ, ഊരിയാവേലയിൽ കഷ്ടപ്പെടുന്ന സഹോദരന്മാരെ കാണാൻ ഇറങ്ങിച്ചെന്നു. അവൻ മിസ്രൈമിലെ ആൾക്കാരെ കാണാനല്ല, അവന്റെ സഹോദരന്മാരാണ് ഈ ഊരിയാവേല ചെയ്യുന്നതെന്ന് അവന് ബോധ്യം വന്നു. പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഉദ്യമിപ്പിച്ചു. അവൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു മിസ്രൈമിനും ഒരു ഇസ്രായേൽക്കാരനും തമ്മിൽ വാക്തർക്കമുണ്ടാക്കി വരക്കുണ്ടാക്കുന്നു. ഇവൻ എന്ത് ചെയ്തു? ഇവൻ കൊട്ടാരത്തിൽ വളർന്ന രാജാവിന് ബാഹുപോലെ വളർന്നവനല്ലേ. ഒറ്റയടിക്ക് മിസ്രൈമിനെ അടിച്ചു കൊന്നു, ശവമടക്കം കഴിച്ച്. അവൻ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം വീണ്ടും, അപ്പോൾ ഒരു ദിവസമല്ല, വീണ്ടും അവൻ അവിടെ ചെന്നു. ചെയ്തപ്പോൾ 2 എബ്രായ ബാലന്മാർ തമ്മിൽ വരക്കുണ്ടാക്കി. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് എവിടെയാണെന്നറിയാം? ദൈവമക്കൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വയ്യ. ലോക മനുഷ്യരുടെ പ്രശ്നവും പരിഹരിക്കാം, ലോക മനുഷ്യരുടെ ദൈവവേദനമുള്ള പ്രശ്നം പരിഹരിക്കാം. പക്ഷേ ഇവിടെ എബ്രായ ബാലന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കണ്ടപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ സഹോദരന്മാരല്ലേ, ഇങ്ങനെ വഴക്കുണ്ടാക്കാമോ ചോദിച്ചപ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവേ ആക്കിയതാണെന്ന് പറഞ്ഞവനെ ഉന്തിക്കളഞ്ഞു. ഇന്നലെ മിസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ മോശയ്ക്ക് മനസ്സിലായി ഈ ന്യൂസ് എവിടെല്ലാം പറഞ്ഞു?
ഇസ്രയേൽ മക്കളുടെ നടുവിലും മിസ്രൈമിലും പരന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സഹായിക്കാൻ ഇപ്പം മോശ നമ്മുടെ പക്ഷമാണ് കേട്ടോ. കൊട്ടാരത്തിൽ വളർന്ന മോശ നമ്മുടെ പക്ഷമാണെന്നുള്ളതായി ഫറവോന്റെ ചെവിയിലെത്തി. ഇവൻ മോശ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെയാണ് മിദ്യാന്യ പുരോഹിതന്റെ വീട്ടിൽ ചെല്ലുന്നത്. ഇവന്റെ ബിരുദ് കൊണ്ട് കാണിച്ച ഒരു കാര്യമാണ് സ്തോത്രം. എങ്കിലും നമ്മുടെ പോഷത്വത്തിലും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? നോക്കിക്കോണം, അവൻ അവിടെ ചെന്നു. സ്തോത്രം, അവിടെ കഴിയുകയാണ്. അത് നിമിത്തം നിങ്ങൾ നോക്കണം, 80 വയസ്സുവരെയും അവൻ ആ മരുഭൂമിയിലാണ്. അപ്പൊ നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിന്റെ ആലോചനയല്ലാതെ നമ്മുടെ ബുദ്ധി ചിലതൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പരാജയമുണ്ട്. എന്ന് വിചാരിച്ച് നിന്റെ ശുശ്രൂഷ തീർന്നു പോയെന്ന് വിചാരിക്കണ്ട. അവൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ പലയിടത്തും പരാജയമായി പോയി. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, മോശയുടെ സ്തോത്രം ഭാര്യയോ അവൻ്റെ കുഞ്ഞുങ്ങളോ വല്ലോ ശുശ്രൂഷയിലുണ്ടോ? സ്തോത്രം, നിങ്ങൾ അതിനകത്ത് ഒറ്റ വാക്യം പറഞ്ഞ് പെട്ടെന്ന് പോകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്തോത്രം, ഈ മോശയെ ദൈവം വിളിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഒന്ന് വരാം. അപ്പോൾ ഈ മോശയുടെ ചിന്ത, ഉള്ളിലെ ഭയം എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. അതുകൊണ്ടൊന്ന് വായിച്ചിട്ട് ഇതിലേക്ക് വരാം. സ്തോത്രം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവം ഇറങ്ങി വന്ന് പറയുകയാണ് ഇസ്രായേൽ മക്കളുടെ, അവന്റെ ഉള്ളിലെ ഭയം ഇപ്പൊ നോക്കിക്കോണം. മറുപടി കേട്ടോ. മോശ ദൈവത്തോട് സമയക്കുറവുകൊണ്ട് അവിടെ ഞാൻ നിർത്തുക. 4:10 വായിരുന്നു. 4:10. കണ്ടോ? അപ്പൊ ഇപ്പൊ എന്തോ ആയി? ഉള്ളിൽ എന്തോ ആയി? ഭയമായി. ഇറങ്ങിത്തിരിച്ചു ഉത്സാഹത്തോടെ, ആരും പറയാതെ സ്വന്തം സഹോദരങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിത്തിരിച്ചു. സ്വത്രം. ഇപ്പൊ അവന് ഭയമായി. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. 10-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം. കണ്ടോ? ഇപ്പൊ ദൈവം കോപിക്കുക. ദൈവം എത്ര പറഞ്ഞിട്ടും അവന് ബലം വരുന്നില്ല. ഇതിന്റെ നടുവിൽ ജീവിതങ്ങളിൽ ഇപ്പോണ്ട് ചില ഉത്സാഹമുണ്ട് ഉള്ളിൽ, പക്ഷേ ഭയം. പല പരാജയങ്ങൾ നിന്റെ മനസ്സിലിട്ടിട്ട് ഇനിയും എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, എന്റെ സമയം കഴിഞ്ഞു പോയി എന്ന് പിശാച് പറയുമ്പോൾ 80-ാമത്തെ വയസ്സിലാണെങ്കിലും നിന്നെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നാം സേവിക്കുന്നത്. നോക്കിയേ സ്തോത്രം. ഈ ഭയം മാറാൻ പിന്നെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നോക്കണം. ആദ്യം ഒരു ഭയവുമില്ല, ഇറങ്ങിത്തിരിച്ചതാണ്. എനിക്ക് എങ്ങനെങ്കിലും ഇതിൻ്റെ ഉള്ളിലെന്തോ ഈ ജനത്തെ വിടുവിക്കണം, ഈ ജനത്തെ സ്വതന്ത്രമാക്കണം. ആ തുടക്കം, ജഡത്തിൽ ആശ്രയിച്ച് ചെയ്ത തുടക്കം പരാജയമായതുകൊണ്ട് ദൈവം വന്ന് പറഞ്ഞിട്ടും അവന് ബലം പ്രാപിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്ത് ചോദിക്കും? ജഡത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പരാജയമായി പോയി, ഭീതി ഉള്ളിൽ കയറി. അങ്ങനെ വല്ല ഭയവും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ ബുദ്ധിയുടെ പ്രവൃത്തിയിലോ ജഡത്തിന്റെ പ്രവൃത്തിയിലോ ഉണ്ടായ പരാജയ നിമിത്തം എൻ്റെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ച് പുറത്താക്കിയാൽ, എൻ്റെ യേശുവിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുകയാൽ അവന്റെ കരങ്ങളിൽ ഞാൻ ഉപയോഗിക്കപ്പെടട്ടെ. അവന് ഭയമാണ്. ദൈവം അവനോട് കോപിക്കുകയാണ്. എന്നിട്ട് മോശ താഴോട്ട് വായിക്കുമ്പോൾ മോശ ഇങ്ങനെ ആടുകളെ മേയിച്ച് ഇപ്പം അവിടെ ചെന്നിട്ട് യിത്രോന്റെ അമ്മായിപ്പൻ്റെ ആടുകളെ നോക്കുക. അവനെ ഒരു അടിമയാക്കി തീർത്തു. അവൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു. കൊട്ടാരത്തിൽ വളർന്നവൻ, മിസ്രൈമിലെ സർവ്വ അഭ്യാസം പഠിച്ചവൻ, സർവജ്ഞാനം പഠിച്ചവൻ, സ്വത്രം കൊട്ടാരത്തിൽ വളർന്നവൻ ഇപ്പോൾ എന്ത് ചെയ്തു? മരുഭൂമിയിൽ ഒരു തണലുമില്ലാത്തടത്ത് ആടിനെ മേയ്ക്കുന്ന ജോലിയിലേക്ക് വന്നു.
അമ്മായിപ്പൻ്റെ ആടിനെ ജോലി നോക്കുക. അതാ അവൻ്റെ ജോലി. സ്തോത്രം. ഹല്ലേലൂയ. 3:1 വായിര്, പെട്ടെന്ന് വായിര്. ആ ആ ആ ആ ആ ആ ആ ഒരു മിനിറ്റ് നിർത്തണേ. അവൻ അവിടേക്ക് ചെന്ന് നോക്കുക. ഇപ്പൊ ഇവനെ ദൈവം എന്ത് ചെയ്യണം? ബലപ്പെടുത്തണം. ബൂസ്റ്റ് ചെയ്ത് അവനെ പുറത്തെടുത്തേ പറ്റൂ. ദൈവത്തിന് അവനെ മുന്നമേ ദൈവം കണ്ടതാ. പക്ഷെങ്കിൽ സ്വന്തം നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ സ്തോത്രം, അബ്രഹാം കഴിച്ച യാഗത്തിൽ പക്ഷികളെയോ പിളർന്നില്ല, റാഞ്ചൽ പക്ഷി ഇറങ്ങി. ഉടനെ ദൈവം പറയുന്ന എന്താണ്? സ്തോത്ര ഹല്ലേലൂയ, നിന്റെ സന്തതി അന്യദേശത്തെ 400 വർഷം അടിമയാകും. പക്ഷെ അവർ എത്ര വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോന്നേ? 430. ഈ 30 വർഷം ആര് കൊണ്ടുപോയി? മോശ കൊണ്ടുപോയി. കൂടി തിരിച്ചു നോക്കണം. അപ്പൊ നമ്മളിൽ ഒരു പരാജയം, ഒരു മിരിയാം സ്തോത്രം സഹോദരനെതിരായി പറഞ്ഞപ്പോൾ 7 ദിവസയുടെ യാത്ര മുടങ്ങി. 7 ദിവസയുടെ യാത്ര നടന്നു. ഇവിടെ മോശ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. അവനിപ്പോൾ ഓലെ പുരോഹിതനെടുക്കാൻ പോവുകയാണ്. ഇപ്പം ഇവനിങ്ങനെ ആടിനെ തീറ്റി ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ മൊത്തം പുല്ല് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? തീ പിടിക്കുന്നു. അപ്പം തീ പിടിച്ചിട്ട് കുറച്ചു നേരം നോക്കിയിട്ട് ഭയങ്കരമായി തീ കത്തുന്നുണ്ട്. പക്ഷെ ഈ പുല്ല് എന്ത് ചെയ്യുന്നില്ല. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? മുൾപ്പടർപ്പ്. അപ്പം മുൾപ്പടർപ്പിൻ്റെ പ്രത്യേകത എന്താ? ആർക്കും അങ്ങോട്ട് അടുക്കാനും പറ്റത്തില്ല, ഇതൊട്ട് വെന്തു പോകുന്നുമില്ല. അപ്പം ഇതെന്താണെന്ന് വിചാരിച്ച് മോശ അങ്ങോട്ട് ചെന്ന ഉടനെ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം വിളിക്കുക, മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ ഇങ്ങോട്ട് അടുക്കരുന്നു. അപ്പോൾ ഇവനെ സ്പർശിച്ച കാര്യം എന്താ? ഇവനെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്താ? മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല. ഇവൻ എവിടുന്ന് വന്നാ? ഇവൻ മിസ്രൈമിൽ നിന്ന് വന്നതാ. സഹോദരന്മാരുടെ നടുവിൽ നിന്ന് ഓടി വന്നതാ. ഇപ്പോൾ കഴിഞ്ഞ 40 ചില്ലുവാനം വർഷമായി മരുഭൂമി നടക്കുക. അവനെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ വന്ന നിന്റെ സഹോദരന്മാർ ഇപ്പൊ എവിടെ കരുകയാണ്? മിസ്രൈമിൽ കരുകയാണ്. അവരുടെ ഹൃദയം മുഴുവന് കഠിനപ്പെട്ടവർ മുൾപ്പടർപ്പ് പോലെ ഇരിക്കുന്നു. അതിന്റെ നടുവിൽ അവൻ കഷ്ടത കൊണ്ട് അവർ കഷ്ടത കൊണ്ട് ഊഴിയ വിചാരകന്മാർ അവനെ പീഡിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവർ നശിക്കുന്നില്ല. ഞാൻ അതിന്റെ നടുവിലുള്ളത് കൊണ്ട് പറവോൻ അവരെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വ്യക്തിപരമായും കുടുംബപരമായും നിന്റെ ജീവിതത്തെ തല്ലി തകർക്കാൻ പിശാച് ശ്രമിച്ചപ്പോൾ നീ മുടിഞ്ഞു പോകാത്തത് ദൈവം നിന്റെ നടുവിലുള്ളത് കൊണ്ട്, അവൻ നിന്നെ പരിപാലിക്കുന്നത് കൊണ്ട് നീ മുടിഞ്ഞു പോകാത്തത് നിന്റെ കഴിവല്ലോ പ്രാപ്തിയല്ലോ, ദൈവമാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. കഷ്ടതയില്ലാഞ്ഞിട്ടല്ല നശിച്ചു പോകാത്തത്, ഒരു മാറ് കയറിൽ തീരാത്തത് ദൈവം നമ്മളെ ബലപ്പെടുത്തി നിർത്തിയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പറയും, സാരമില്ല, കഷ്ടത മാറും, ദൈവസ്ഥിതി മാറ്റുമെന്ന് നമ്മളോട് ആരോ ഉള്ളിലിരുന്ന് പറയുന്നു. അവൻ്റെ പേരാണ് നാം സേവിക്കുന്ന കർത്താവ്. നാം നശിച്ചു പോകുന്നില്ല, കഷ്ടതയില്ലാഞ്ഞിട്ടല്ല, നശിച്ചു പോകുന്നില്ല. എന്നാൽ നിന്റെ കഷ്ടത കണ്ടിട്ട് ദൈവം ഇറങ്ങി വരുന്നു. അവന്റെ കഷ്ടത ഞാൻ കണ്ടു, അവന്റെ നിലവിളി ഞാൻ കേട്ടു, അവനെ വിടുവിപ്പാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ജഡവാസമില്ലാത്തവൻ നമുക്ക് വേണ്ടി ജഡം ധരിക്കുക, നമ്മെ രക്ഷിക്കാം, നമ്മെ ഈ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കാം. ഇത് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൃപയാൽ ഒരല്പമെങ്കിലും ഗ്രഹിക്കാൻ കൃപ ലഭിച്ചല്ലോ. ഞാൻ ആ ഭാഗം ഇവിടെ നിങ്ങൾ നോക്കണം. മോശ സ്തോത്രം ഇത് കേട്ടു. ഒടുവിൽ ദൈവം അവനോട് കോപിച്ചു. സ്തോത്രം. ഒടുവിൽ അവൻ പോകാൻ തീരുമാനിച്ചു, സമ്മതിച്ചു. 2 മക്കളുണ്ട്. 2 മക്കളുമായിട്ട് അവൻ അവിടുന്ന് തിരിച്ചു സത്രത്തിൽ വന്നു. ദൈവം അവനെ കൊല്ലാൻ തുടങ്ങിയെന്നൊക്കെ അവിടെ അത് വായിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ ഭാര്യ എന്ത് ചെയ്തില്ല, ദൈവപ്രമാണം അനുസരിച്ചിട്ടില്ല.
അവനെ ചാകാൻ തുടങ്ങിയപ്പോഴാണ് അവൾ കൽക്കത്തി എടുത്ത് കുഞ്ഞുങ്ങളെ പരിച്ഛേദന ഏറ്റിട്ട് അപ്പോഴാകുന്നു അവൾ പരിച്ഛേദന സ്തോത്രം രക്തമണവാളൻ എന്ന് പറഞ്ഞ് ആ പരിച്ഛേദന അംഗീകരിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ കാര്യം? ദൈവവേലയ്ക്കായിട്ടൊക്കെ ദൈവം നിന്നെ വിളിക്കുമ്പോഴും ദൈവപ്രമാണം അനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു അവസ്ഥയിലായത് അവൻ്റെ ഇഷ്ടപ്രകാരം വന്നിട്ട് നീ എന്ത് ചെയ്താവും? ദൈവവേലയ്ക്ക് വേണ്ടി പുറപ്പെടാം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിന്ന് അതുകൊണ്ട് എന്തോ സംഭവിച്ചു? ഒടുവിൽ ഈ ഭാര്യയും മക്കളെയും തിരികെ ഇവിടെ വിട്ടിട്ട് മോശ തന്നെ എന്ത് ചെയ്തു? അവിടെ നിങ്ങൾ ഞാൻ 1-2 ചോദ്യം ചോദിച്ചിട്ട് നിർത്തട്ടെ. മോശ തന്നെ ഇപ്പോൾ എവിടേക്ക് പോയി? മിസ്രൈമിലേക്ക് പോയി. മുസ്ലിമിൽ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നു അറിയാവുന്നൊക്കെ പറയും. പറവോൻ്റെ അടുക്ക ചെന്നു, വടിയിട്ടു, സർപ്പമായി 10 ബാധ കൊടുത്തു. മോശ വടി ഉയർത്തുമ്പോൾ നായീച്ച വരും, വെട്ടിക്കിളി വരും, എല്ലാം ചെയ്യും. ഒടുവിൽ അവിടെ നിന്നും എന്ത് ചെയ്തു? സ്തോത്രം ചോരത്തളിയും രക്തവും ഒക്കെ കട്ടളക്കാർ 2 മേൽ കുറുമ്പി മേലെ പുരട്ടി. സ്തോത്രം അവിടുന്ന് തിരിച്ചിട്ട് അവൻ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ പിരിഞ്ഞു, ഇപ്പുറത്ത് വന്നു. സ്തോത്രം. എന്തോലും സംഭവിച്ചോ? ഇവിടെ എന്തോലും സംഭവിച്ചോ? ഇതൊന്നും മോശയുടെ ഭാര്യയ്ക്കോ പിള്ളേരോ ഇതൊന്നും കണ്ടില്ല. മോശയുടെ അപ്പോൾ ഇവിടെ കിടക്കുക. ഇതെല്ലാം കഴിഞ്ഞ് 18-ാം അധ്യായം വായിച്ചാൽ മതി, പുറപ്പാട് പുസ്തകം. അവരിക്കരെ കടന്നതിന് ശേഷമാണ് ഇത്രോ തൻ്റെ ഭാര്യയും പിള്ളേരുമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഈ മോശ, ഈ വിക്കനായ മോശ, സ്തോത്രം, ഈ വടി നീട്ടിയപ്പോൾ ഈ ചെങ്കടൽ പിരിഞ്ഞതോ, സ്തോത്രം, അവൻ കൈ ഉയർത്തുമ്പോൾ വെട്ടിക്കിളി വന്നതോ, നായീച്ച വന്നതോ, കൂരിരുട്ട് വന്നതോ, പറവോൻ്റെ മുമ്പിൽ നടന്നതോ ഒന്നും ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്കും അറിയില്ല. ഇന്ന് രാത്രിയിൽ പകൽക്കാലം പറയട്ടെ, സ്തോത്രം, അതേസമയം അവൾ ഈ സിപ്പോറ ആ പ്രമാണം അനുസരിച്ച് ഇവളുടെ കൂടെ വന്നതാ, ഈ മോശയുടെ കൂടെ വന്നിരുന്നെങ്കിലോ, പ്രമാണം അനുസരിച്ച് ഈ മോശയുടെ കൂടെ ഈ സിപ്പോറയും ഈ മക്കളും വന്നിരുന്നെങ്കിൽ ഇതെല്ലാം മോശ കണ്ടതിനെ തന്നെയുമല്ല, രക്ഷ എവിടെ നിൽക്കുന്നത്? കുഞ്ഞാടിന്റെ രക്തത്തിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നവരാണ്, രക്തം കൊണ്ട് മുദ്രയിട്ടവർ. സ്തോത്രം. അപ്പം ഈ രക്തത്തിൽ കൂടെ മോശയുടെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ കടക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടി പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടില്ല, അതുകൊണ്ട് നശിച്ചുപോയി. അതുകൊണ്ട് കുടുംബമായി ഈ ദൈവകൃപയെ നിൽക്കുവാതെ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിലുള്ള ഒരു കുളമ്പും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവമേ, എന്റെ കുടുംബത്തിലുള്ളത് ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. അവർ ദൈവപ്രവൃത്തി കാണണം, അവർ ദൈവത്തിന് വേണ്ടി നിൽക്കണം. 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് മോശ പിന്നെ ശുശ്രൂഷ തുടങ്ങുന്നത്. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി, എങ്കിലും ദൈവം എന്നെ വിളിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ഇനിയും വേറൊരു കാര്യം നോക്കട്ടെ. ഇന്ന് ഈ സ്തോത്രം ഹല്ലേലൂയ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം, എന്താ എല്ലാം ദൈവദാസന്മാർക്ക് വിരുദ്ധമായും ലോകത്തിന് എല്ലാം അവരെ ഏതുമാത്രം. നിങ്ങൾ ഇന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ മോശയെക്കുറിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ, ഇന്നത്തെ സ്ഥിതി, മോശയ മരിക്കാറായപ്പോൾ സ്തോത്രം ഈ ഇസ്രായേൽ മക്കളോട് ഈ മോശയെക്കുറിച്ച് 2 വാക്ക് ചോദിച്ചാൽ എന്താ പറയും? നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയും? മോശ നല്ലൊരു ശുശ്രൂഷകനാണ്. 40 ദിവസമൊക്കെ എന്ത് ചെയ്യും? ഉപവസിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിലൊക്കെ പോയിരിക്കും. പക്ഷേ വിലയുള്ളതൊന്നും അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. എന്തോ ദൈവം സ്വന്തം കൈകൊണ്ട് എഴുതിയ കൽപ്പലക പോലും അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? എറിഞ്ഞ് ഉടയ്ക്കും. ഭയങ്കര കോപാകുലനാണ് എന്നാര് പറയും? ഇസ്രായേൽ മക്കൾ. അവർ കണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ പലരെയും കാണുന്ന ഇങ്ങനെ. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എന്താ പറയും? സംഖ്യാപുസ്തകം 12:3 എന്താ പറയും? മോശ എന്ന പുരുഷനോ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യം. ഇതാണ് ദൈവത്തിൻ്റെ അഭിപ്രായം. അപ്പം നിന്നെ ലോകം വിധിക്കുന്നത് പോലല്ല ദൈവം നിന്നെ കാണുന്നത്. നീ രഹസ്യമിരുന്ന് കരയുന്നതും നീ പ്രാർത്ഥിക്കുന്നതും ആര് കാണുന്നുണ്ട്? നിന്റെ ഹൃദയം ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരുടെ സപ്പോർട്ടോ ആരുടെ സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടിയില്ലെങ്കിലും നിനക്കൊരു പ്രാഗൽഭ്യമുണ്ടോ? ഞാനൊരു ദൈവ വൈതലാണ്, എന്നെ കാണുന്ന ദൈവം എന്നെ അറിയുന്നു എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കാൻ
ഒരു ദുഷ്ടന് കഴിയത്തില്ല. ആൾക്കാർ പല അഭിപ്രായം പറയും, എന്നാൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആരെയും നാം വിധിക്കണ്ട. ചിലപ്പോൾ കോപം കാണും, ക്രോധം കാണും, വിദ്വേഷം കാണും. ദൈവത്തിൻ്റെ അഭിപ്രായമാണ് വലുത്. നിങ്ങൾ നോക്കിയ യേശുവിനെ കുറിച്ച് പറഞ്ഞ എന്താ? ആ നസ്രയനെ ദേശം മുട്ടിച്ചു. സ്തോത്രം. ആ നസ്രയനെ എങ്ങനെയെങ്കിലും വിധിക്കണം, ഇല്ലാതാക്കണം. കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പിതാവ് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യഹൂദൻ പറയുന്നു, അവൻ ഈ ദേശം മുടിച്ചത്. ഇതാണ് ലോകത്തിൻ്റെ അഭിപ്രായം. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ കാണുന്നു. നിൻ്റെ വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങളെ, നിന്റെ തുണയാളി നിനക്കെതിരായി സംസാരിക്കുന്നതും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നീ വല്ല പ്രാർത്ഥനക്കാരനല്ലേ, പ്രാർത്ഥനക്കാരിയല്ലേ എന്നൊക്കെ പറയുമ്പോഴും നിൻ്റെ പ്രാർത്ഥന കുറയ്ക്കരുത്, നിൻ്റെ കണ്ണുനീര് കുറയരുത്. ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ നോക്കണം. ഹല്ലേലൂയ. ഈ സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ പേടിയുള്ള ഈ മോശ, ഹല്ലേലൂയ, പേടിയുള്ള ഈ മോശ എന്ത് ചെയ്തു? സ്തോത്രം. നിങ്ങൾ നോക്കിയേ, ദൈവം നിൻ്റെ എത്ര ഭയമാണെങ്കിലും ഇന്ന് പകൽക്കാലം നീ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കേ. ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മോശ നിങ്ങൾ നോക്കിയേ, ഈ ഭീതിയുള്ള മോശ, ഈ ഭയമുള്ള മോശ കൈ നീട്ടുമ്പോൾ ചെങ്കടൽ എന്ത് ചെയ്യും? രണ്ടായി പിരിയും. വചനം എന്തിരിക്കുന്നു? ദൈവത്തിൻ്റെ തേജസ് ആ മോശയുടെ കയ്യിൽ വന്നെന്ന് അതാരും കാണുന്നില്ല. നീ കൈ നീട്ടുമ്പോൾ സ്തോത്രം, നിന്റെ മേൽ ദൈവശക്തി വന്നിട്ടാണ്. അതാരും കാണുന്നില്ല, നിന്നെയാ കാണുന്നത്. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ സ്തോത്രം. നോക്കണം, ഒരു കരുതപ്പുറത്ത് യേശു കർത്താവ് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിരിച്ച തുണിയുടെ പുറത്ത് യേശു കർത്താവല്ല കരുതയാ നടക്കുന്നത്. നീ എന്തെങ്കിലും മാന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുകളിൽ കർത്താവ് ഇരുന്നിട്ടാ. ഇന്ന് പകൽക്കാലം യേശു നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ബലഹീനമാക്കാൻ, നിന്നെ തകർക്കാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. നിർബന്ധത്താലാകട്ടെ ഈ ക്രൂശ് ചുമക്കുവാൻ നിനക്ക് മനസ്സുണ്ട്.